നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ വൻ ഇടിവ്. ഒരു മാസം മുൻപ് വരെ 215 രൂപയ്ക്കടുത്ത് വരെ എത്തിയ വിലയാണ് ഇപ്പോൾ 185 രൂപയ്ക്ക് അടുത്തായത്. റബ്ബർ ബോർഡ് 189 രൂപ വരെ പറയുന്നുണ്ടെങ്കിലും പലയിടത്തും വ്യാപാരികൾ 4 രൂപ വരെ കുറച്ചാണ് ചരക്കെടുക്കുന്നത്. ടയർ കമ്പനികൾ പെട്ടെന്ന് വിപണിയിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് വില കൂപ്പുകുത്തിയത്. ഇനിയും വിലയിടിവിന് സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. യുഎസിന്റെ ഇരട്ട താരിഫ് മൂലം ടയർ കയറ്റുമതിയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാരണം പറഞ്ഞാണ് ടയർ കമ്പനികൾ റബ്ബർ വാങ്ങൽ കുറച്ചത്. യുഎസ് നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രം വിപണിയിൽ ഇടപെടൽ നടത്താനാണ് ടയർ കമ്പനികളുടെ തീരുമാനം. ആവശ്യത്തിന് സ്റ്റോക്ക് കമ്പനികളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചരക്ക് വാങ്ങിക്കൂട്ടണോ എന്ന് കമ്പനികളുടെ പക്ഷം. 200-ന് മുകളിൽ റബ്ബർ വില നിൽക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകരെല്ലാം ടാപ്പിംഗ് തുടങ്ങിയിരുന്നു. റെയിൻ ഗാർഡ് ഉൾപ്പെടെയിട്ടാണ് ടാപ്പിംഗ് നടത്തുന്നത്. എന്നാൽ പെട്ടെന്ന് വില ഇടിഞ്ഞതോടെ റെയിൻ ഗാർഡ് സ്ഥാപിച്ച പണം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കർഷകർ. തൊഴിലാളികളെ വെച്ച് ടാപ്പിംഗ് നടത്തുന്ന തോട്ടങ്ങളിൽ പലരും ടാപ്പിംഗ് നിർത്തിവെക്കാനുള്ള ഒരുക്കത്തിലാണ്. റബ്ബർ വില കൂടിയ സമയത്ത് തൊഴിലാളികളുടെ കൂലിയും വർദ്ധിപ്പിച്ചിരുന്നു. വില കുറഞ്ഞെങ്കിലും കൂടിയ വില തന്നെ തൊഴിലാളികൾക്ക് നൽകണം. കൂലി നൽകാൻ പോലും നിലവിലെ വില മതിയാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. വിവിധ കർഷക സംഘടനകൾ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് തിരിയാനുള്ള നീക്കത്തിലാണ്. റബ്ബർ വില 200 ആകും വരെ ചരക്ക് വിൽക്കാതെ പിടിച്ചുവെക്കാനാണ് തീരുമാനം. മലയോര മേഖലകളിൽ റബ്ബറിന്റെ വിലയിടിവ് ഓണക്കാലത്തെ ബിസിനസിനെ ബാധിക്കുമെന്ന ഭയം വ്യാപാര മേഖലയ്ക്കുണ്ട്. അനുകൂല കാലാവസ്ഥയിൽ ഇത്തവണ ഭേദപ്പെട്ട ബിസിനസ് നടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിപണി. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് വിലയിടിവ് ഉണ്ടാകുന്നത്.